നിങ്ങളും എന്നെപ്പോലെ മടിയുള്ളവരാണോ? എന്നാൽ 15 മിനിറ്റിൽ ഈസി ഒരു കുക്കർ ബിരിയാണി വെച്ചാലോ? എന്നാ ബാ. ആദ്യം ഒരു കുക്കർ എടുക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടറോ എണ്ണയോ ആഡ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പോൾ സ്പൈസസ് ആഡ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ 2 പച്ചമുളകും ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതും കൂടെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മസാലാസ് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി തൈര്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്യുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം. എന്തായാലും ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് ഈ വെള്ളം മതിയാവും. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ച് വരുമ്പം അരി ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് കഴുകിയതേ ഉള്ളൂ, കുതിരാനൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഇതിനു വേണ്ടി ജീരകശാല അരിയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ മുന്നേ ബസുമതി റൈസ് വെച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത് കുഴഞ്ഞു പോയ പോലെ ഫീൽ ചെയ്തു. ഈ റൈസാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് വെക്കുക. ഓർക്കുക, ഉപ്പ് എപ്പോഴും ഒരു പൊടിക്ക് മേലെ വെക്കണം. കുക്കായി കഴിയുമ്പോൾ അത് ബാലൻസ് ആയിക്കോളും. ഇനി ഒരു വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. പരിപാടി കഴിഞ്ഞു. കുക്കറിലെ ഗ്യാസ് മൊത്തം പോയി കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. അങ്ങനെ 15 മിനിറ്റിൽ നമ്മുടെ ബിരിയാണി റെഡി. നിങ്ങളും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.